ഒറ്റ വീക്ക് വെച്ച് എന്നാലുണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുമ്പോ 3 കൊല്ലം ബെസ്റ്റ് ആക്ടർ ആയിരുന്നു, അതായിരുന്നു, ഇതായിരുന്നു. ഇതാണോ അഭിനയം? എന്തേ? അയാൾ ഒരു വെട്ടുപോത്തായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടു തന്നെ. ശരിയാ, റാമിന്റെ ആക്ടിങ് കുറച്ച് ഓവർ ആയിരുന്നു. ആയിരുന്നല്ലോ, ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാ. മലയാളം പോലെ അല്ല തമിഴ്, എല്ലാത്തിനും കുറച്ച് ഡോസ് കൂടുതൽ വേണം. മലയാളത്തിൽ ഇപ്പൊ എങ്ങനെയാ? അമ്മേ, അത്രയല്ലേ ഉള്ളൂ. തമിഴ് കേട്ടിട്ടില്ലേ? അമ്മാ, ആ വ്യത്യാസം ഉണ്ട്. അതെ, പേഷ്യന്റിന് മാറാൻ വേറെ ഡ്രസ് കൊണ്ടുവരണം. ഈ ഷർട്ടോ? നിന്നോട് ഞാൻ ആ പച്ച കോളറിന് ചുവന്ന മുത്ത് പിടിപ്പിച്ച പാർട്ടി വെയർ എടുക്കാനിടെ പറഞ്ഞത്. എടാ, നിന്റെ അച്ഛനല്ലാതെ വേറെ ഏതെങ്കിലും മനുഷ്യർ ആശുപത്രിയിൽ പാർട്ടി വെയർ ഇടൂടാ? എന്താ ഇങ്ങനെ? എന്റെ അമ്മ ഇവിടെ ഐസിയുലുണ്ട്, ക്രിറ്റിക്കല. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. ഇതാരുടെ ഫോട്ടോ ചേട്ടാ? ഏത് ഫോട്ടോ? ദേ ഈ ഫോട്ടോ. ഇതാരാ നിനക്കറിയില്ലേ? അയ്യോ ചേട്ടാ, ഞാൻ ഈ ഹിന്ദി സിനിമയൊന്നും കാണാറില്ല. നിനക്കാരാ സുശീല എന്ന് പേരിട്ടെ? ഞങ്ങളെല്ലാം സുഖമാണല്ലോ. ഞാൻ സുശീല, എന്റെ ചേട്ടൻ സുഗുണൻ, അനിയന്റെ പേര് ഇച്ചിരി ഫാഷൻ പേരാ, സുമേഷ്. അപ്പൊ കുട്ടേട്ടൻ പറ, കുട്ടേട്ടൻ എങ്ങനത്തെ പെൺകുട്ടിയാ വേണ്ടേ? എന്താ പറയാ, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു നാടൻ പെൺകുട്ടിയായിരിക്കണം, എന്റെ സംസ്കാരമുള്ള പെണ്ണായിരിക്കണം, കേരളത്തിൽ തന്നെ ജനിച്ചു വളർന്ന കുട്ടിയായിരിക്കണം. പിന്നെ മിനിമം ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എങ്കിലും വേണം. പിന്നെന്താ വേണ്ടേ, നല്ല തലമുടിയൊക്കെ ആയി, നല്ല കണ്ണുകളൊക്കെ ആയിട്ട് കാണാൻ നല്ല ചന്തമൊക്കെ വേണം. പിന്നെ വേറൊരു കാര്യം, അതിന് കള്ളങ്ങായിട്ട് പറയാം. എന്നെ ചേട്ടാന്ന് വിളിക്കണം. നമ്മള് എന്താ പറഞ്ഞോണ്ടിരുന്നത്? അച്ഛൻ ആർക്കു വേണ്ടി കളിക്കുന്നേ? അശോകന് വേണ്ടി. അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല. ഞാൻ ഉറങ്ങായിരുന്നില്ലടാ, ആലോചിക്കായിരുന്നു. എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക്. എന്ന അരശുമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു. അച്ഛൻ ചരിഞ്ഞു, ആന ചരിഞ്ഞു. എന്തായി എന്തായി എന്തായി? വസു, അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക എന്റെ മോൻ. അങ്ങനെ തന്നെ വേണം. സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത്. SSLC പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കുളച്ച് പഠിച്ചിട്ടില്ല. അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ? മോൻ ഇതങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ. എനിക്കില്ലേ വസു? അശോകൻ കുടിക്കണ്ട, അശോകന് ക്ഷീണമാകാം. അവശതയോടെ കളിച്ചാ മതി. കലങ്ങിയില്ല. എന്തൊരടക്കം, ഒതുക്കം, മലയാള തനിമ, പെൺകുട്ടികളായ അങ്ങനെ വേണം. സോറി. ഹേയ് ഹായ്. ഹായ്. അന്ന് ഫ്ലൈറ്റിൽ വെച്ച് കണ്ട്. യെസ് യെസ്. ഐ ആം സോറി, പേര്? മൈ നെയിം ഈസ് കൃഷ്ണൻ ബിപി. കൂട്ടേട്ടൻ നല്ല എല്ലാവരും വിളിക്കാം. ഹായ്, ദിവ്യ, മീനാക്ഷി. ഇവരുടെ കസിൻസ് ആണ്, അർജുൻ, ദിവ്യ. We should definitely get together. ഓക്കെ. മൊബൈൽ നമ്പർ ഒന്ന് പറയൂ. നമ്പർ മലയാളത്തനിമ. ശാലീന സുന്ദരി, കണ്ടു പഠിക്കടി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് രാത്രി മുഴുവൻ എവിടെയായിരുന്നു? മീനാക്ഷിയുടെ കൂടെ. എവിടെ? മീനാക്ഷിയുടെ അപ്പാർട്ട്മെന്റ്. വർത്താനം പറഞ്ഞവിടെ ഇരുന്ന് കാണും അല്ലേ കുട്ടൂസേ? വർത്തമാനം മാത്രമല്ല. കുജു ബൈ. നിങ്ങൾ അന്താക്ഷരി കളിക്കുന്നു. ഒരു മധുര കിനാവിന്റെ